അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന ഒരു നീണ്ട ഹദീസിലെ ഒരു ചെറിയ ഭാഗമാണ് എൻ്റെ വിശദീകരിക്കട്ടെ. ദറജാത്തും ഈ രണ്ട് വിഷയ ഏതെന്ന് ചൊന്നിട്ട് നബി തങ്ങ പഠിപ്പാട്ടി തന്നു. കഫാറാത്തും ചൊന്നെങ്കിൽ നങ്ങ ആക്കിയ ദോഷത്തെ പൊറുപ്പിക്കുള്ള മാർഗം എന്തേ അത് അള്ളാഹു പൊറത്തു തരണുണ്ടായെങ്കിൽ നങ്ങ എന്തെല്ല സ്വറാക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അയക്ക് 3 വിഷയ ചൊന്തു. അത് ആക്കിയെങ്കിൽ അയക്കാണ് കഫാറാത്തൻ ചൊല്ല. ഒന്ന് ഇഫ്ഷാഉ സലാമി വൈത്വാമു ത്വാമി വസ്സലാത്തു വന്നാസു നിയാം. ദോഷം പുറത്തു കിട്ടുള്ള 3 തെരുവാണ്. ഒന്ന് ഇഫ്ഷാഉ സലാം, സലാം വ്യാപകാക്കണം, സലാം ചൊല്ലണം നിരന്തര എപ്പോഴും സലാം ചൊന്നുകൊണ്ടിരിക്ക. മുസ്ലിമീങ്ങളായ ആൾമാർ എതിർ കിട്ടുമ്പോ അനക്ക് സലാം ചൊന്നെങ്കിൽ അതിലൂടെ ദോഷ പുറത്തു കിട്ടു. മാത്രമല്ല വേറൊരു ഹദീസിൽ നബി തങ്ങ ചൊന്ന ഓഫർ സ്നേഹ വർദ്ധിച്ചു കിട്ടു. ബാപ്പക്ക് സലാം ചൊല്ലണു, ഉമ്മക്ക് സലാം ചൊല്ലണു, ഇളങ്ങമാർക്ക് സലാം ചൊല്ലണു. അതുപോലെ കുറെ മക്ക നമുക്ക് എതിർ കിട്ടിയെങ്കിൽ മക്ക ഇപ്പറ സലാം ചൊല്ല, മക്കക്ക് നങ്ങും മക്കക്ക് സലാം ചൊല്ല. അങ്ങനെ സലാം ചൊന്നെങ്കിൽ പരസ്പര പിർസപ്പാടുണ്ടാവുള്ളൂ എന്ന് ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേറൊരു ഹദീസിലുണ്ട്. അപ്പൊ സലാം ചൊല്ലണു, ഭർത്താവ് ഭാര്യക്ക് സലാം ചൊല്ല, ഭാര്യ ഭർത്താവ് സലാം ചൊല്ല, ഇതെല്ലാം സുന്നത്തായിട്ടിരിക്കട്. അപ്പോ സലാം വ്യാപിപ്പിക്കണം. മക്കും സലാം ചൊല്ല പഠിപ്പാട്ടണം. മക്ക സാധാരണ മദ്രസ വന്നിട്ട് ഔത്തുൽ സലാം ചൊല്ലേണ്ടുണ്ട്. ഏതോ ഒരു മതിൽക്ക് സലാം ചൊന്നിട്ട് ഒരു എന്തിനും ചൊല്ലി ചടങ്ങ് തീർക്കടെ അങ്ങനത്തെ ഒരു സലാം അങ്ങനെ ആവോ തീര. മക്കൾക്ക് നേരിട്ട് മക്ക അസ്സലാമു അലൈക്കും ചൊല്ലുമ്പോൾ ഞങ്ങൾ വാലൈക്കും സലാം ചൊന്നിട്ട് മക്ക അപ്പുറം പഠിപ്പാട്ടണം. അപ്പൊ ഈ രൂപത്തില് ഇഫ്ഷാഉ സലാം, സലാമുടെ മസ്അല കുറെ മസ്അല ഉണ്ട്, നീണ്ട മസ്അല, അതെല്ലാം ഇൻഷാ അല്ലാഹ് ഇനിയൊക്കെ ചെല്ലാം. അപ്പൊ സലാം ചെമ്മ ചെല്ലിടങ്ക താൽമാർ ഞങ്ങൾ ആവണു എങ്കിൽ ഞങ്ങളെ ദോഷ പുറത്ത് കിട്ടുന്നുണ്ടാ. ചെറിയ വിഷയമാണ്. അസ്സലാമു അലൈക്കും ചൊന്നെങ്കിൽ വറഹ്മത്തുള്ളാഹി ചൊന്നെങ്കിൽ ഒന്നുകൂടി ആറെ കൂലി കെട്ടിത്ത്, വബറകാത്തു ചൊന്നെങ്കിൽ പിന്നും കൂലി ആറെ കെട്ടിത്ത്, മടക്കിടവണു അതിനായിട്ട് ആറെ ചൊല്ലണം. അസ്സലാമു അലൈക്കും ചൊല്ലുമ്പോൾ മടക്കിടവണു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ചൊല്ലണം. അപ്പൊ കൂലി പിന്നെയും ആറെ കിട്ടും. അപ്പൊ ഒന്നാമത്തതാണ് സലാം വ്യാപിപ്പിക്കണു. രണ്ടാമത് നബി തങ്ങ ചൊന്തു വൈത്വാമു ത്വാം, ഭക്ഷണം കൊടുക്കണു. ഏറ്റവും വലിയൊരു സൽക്കർമാണ് പൈച്ചിട്ടുള്ള ആൾമാർക്ക് ഭക്ഷണം കൊടുക്കടേ. അതുപോലെ അതിഥി സൽക്കാറാക്കടേ. അതെല്ലാം ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചെങ്കിലത്തെ ഒരു കാര്യമാണ് ഭക്ഷണ സ്വതക്ക. കാലി അരി കൊടുക്കടവരാട്ടി അരി ബേപ്പാട്ടിട്ട് നല്ല ഫുഡാക്കിട്ട് എന്താക്കട എനിക്ക് തിമ്മാട്ടർ ഇത് തിമ്മാട്ടർ ഇതൊക്കെ വലിയ പ്രതിഫലമുണ്ട്. അങ്ങനെ ആക്കിയെങ്കിൽ ഞങ്ങളെ ദോഷമെല്ലാം പുറത്തു കിട്ടുന്നുണ്ട് നബി തങ്ങൾ വഴിപാടിത്ത്. മൂന്നാമത്തത് വസ്സലാത്തു വന്നാസു നിയാം, മനുഷ്യന്മാരെല്ലാം ഉറങ്ങിട്ടിക്കുമ്പോ അള്ളാഹുടെ മുന്നോളു ജാവു എണിച്ചിട്ടൊരു ജൻറക്കാത്ത് നിസ്കരിക്കടേ. സുബ്ഹാനല്ലാഹ്. ഇപ്പല്ല ബാങ്കെല്ലത്തിൽ ലേട്ട് 5:30 5:40 ബാങ്ക് വേണ്ടിയത് എങ്ങനെങ്കും ഒരു 10 മിനിറ്റ് മുന്നേ എനിക്ക മനസ്സാക്കിയെങ്കിൽ അങ്ങനെ എണിച്ചിട്ട് ഒരു ജൻറക്കാത്ത് എല്ലാരും ഉറങ്ങിട്ടിക്കും, ആർക്കും കാണുകല്ല. നന്റെ സൃഷ്ടിച്ച യജമാനനായ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്ര കാണുന്നു, അവನು മാത്ര കേൾക്കണു, അവനൊട്ടിಗೆ ಮಾತ್ರ ನಾನು ദ്വാരക്കൊള്ളു ചൊന്നിട്ടു ആറുമാറും കാണാത്ത ടൈമില് അള്ളാഹുവേനായിട്ട് ജൻറക്കാത്ത് നിസ്കരിക്കണം. മനുഷ്യന്മാരെല്ലാം ഉറങ്ങിക്കുമ്പോ നീ നിസ്കരിച്ചെങ്കിൽ നിന്റെ ദോഷത്തെല്ലാം അള്ളാഹ് പുറത്തു തണ്ടാന്ന് ചൊന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിട്ട് ചെമ്മ നീണ്ട വിശദീകരണം തരണായെങ്കിട്ട് ഹദീസാണ് ഞാൻ സംക്ഷിപ്തമായി ചെന്നിട്ടുള്ളത്. പിന്നെ ദറജാത്ത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആദ്യത്തേത് കഫാറാത്ത്, അതൊക്കെ 3 ചൊന്തു. ഒന്ന് സലാം വ്യാപിപ്പിക്കണു, ഭക്ഷണം കൊടുക്കണു, മനുഷ്യന്മാർ ഉറങ്ങിട്ടിക്കുമ്പോൾ നീ നിസ്കരിക്കണം. ജാവു തഹജ്ജുദ് നിസ്കാരം. ദറജ വർദ്ധിപ്പിക്കുക, സ്ഥാന വർദ്ധിപ്പിക്കുക എന്തെല്ലാം തെറും. ಅದಕ್ಕೂ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ 3 ವಿಷಯ ಚೊಂತಂತ 3 ನಿಂಗೆ ಹಾಕೊಂಡು. ಒಂದು ಇಸ್ಬಾಗುಲ್ ವುಲೂಇ ಫಿಲ್ ಮಕ್ರೂಹಾತಿ, വെറുക്കപ്പെടുற പ്രയാസമുള്ളെങ്കിത്ത ടൈമിൽ ഉളു പൂർണ്ണമായിട്ട് എടുക്കണേ. ഉദാഹരണത്തിന് പിന്നെ ചളിയുള്ള ടൈമിൽ ചൊല്ല മേൽക്ക് തന്നി തട്ടുവാട്ടുമ്പോ മനസ്സേ ഇല്ല, അത്രയും ഒന്ന് പ്രയാസമാവും, കഷ്ടമാവും. എങ്കിലും പൂർണ്ണമായും അവൻ ഉളു എടുക്കട. ഉളു ചെന്നെങ്കിൽ മുഖ സമ്പൂർണമായിട്ട് കൽകട. ഫർലായ ഭാഗം മാത്രമല്ല സുന്നത്തായ ഭാഗം കൂടി കൽകട. കൈ മുട്ടുതോള മാത്രമല്ല മേൽ ഫുള്ള് കൈ കൽകട, കാല് മുട്ടുതോള കൽകട, തല ഫുള്ള് തടകട. ഇങ്ങനെ ഉളു പൂർണ്ണമായിട്ട് എടുക്കണമെങ്കിത്ത ആള് അവന്റെ ദറജ ഇങ്ങനെ കൂടിയോണ്ടിക്കൂ, അല്ലറ മുന്നിൽ കൂടിയോണ്ടിക്കൂ എന്ന് ചൊന്നിട്ട് ഹബീബായ നബി തങ്ങൾ പഠിപ്പാട്ടി തോന്നുന്നു. രണ്ടാമത് വൽ മശ്യു അലൽ അഖ്ദാമി ഇലൽ ജമാഅത്തി, ജമാഅത്ത് പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോ അല്ലെങ്കിൽ വേറൊരു പക്ക ജമാഅത്ത് നടക്കുമ്പോ അവിടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോയെങ്കിൽ ഓന്റെ ദറജ ഇങ്ങനെ കൂടിയ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നില്ല പള്ളിയുടെ പള്ളിയുടെ ഔത്ത് ഇങ്ങനെ നടക്കുമ്പോ ഓരോ സ്റ്റെപ്പ് കണക്കനുസരിച്ച് നിന്റെ ദോഷം പൊറുത്തും നിന്റെ ദറജ ഇങ്ങനെ ഏറെ കിട്ടും. അപ്പൊ ദറജ യാറാവും, സ്ഥാന യാറാവുള്ള ഒരു
പിന്നെ സ്ഥാന യാറാവുകൊള്ളെത്തൊരു തെരുവാണ് ജമാഅത്ത് ഇങ്ങനെ നടന്നിട്ട് പോണു. മൂന്നാമത്തെ ഓപ്ഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിത്ത് വന്തിലാറു സ്വലാത്തി ബഅദ സ്വലാഹ്, ഒരു നിസ്കാരം കഴിഞ്ഞ ഉടനെ അടുത്ത നിസ്കാരം ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം. ളുഹർ നിസ്കാരം കഴിഞ്ഞെങ്കിൽ തന്റെ മനസ്സിൽ ഇനിയിപ്പം ഞാൻ അസർ നിസ്കരിക്കണല്ലേ, നിസ്കാരത്തൊട്ടിക്കുള്ള ഒരു ലബ്ധത്ത് ഒരു രസ തന്റെ മനസ്സിൽ വേണു. അല്ലെങ്കിൽ പള്ളിക്ക് തൊള്ളു വേഗം പോയിട്ട് ബാങ്കാമ്പമേ അല്ലെങ്കിൽ അതുക്ക് മുന്നിലെ പോയിട്ട് സുന്നത്തെല്ലാം നിസ്കരിച്ചിട്ട് ജമാഅത്തിനെ ഇങ്ങനെ കാത്തോണ്ടിക്കല്, നിസ്കാരത്തെ കാത്തോണ്ടിക്കല്. നിസ്കാരത്തെ കാക്കല ടൈമുകളെല്ലാം അവൻ നിസ്കരിച്ചോണ്ടുള്ള കൂലി അവനക്ക് കിട്ടുമെന്ന് ചോദിട്ട് ഹദീസിൽ പഠിപ്പാട്ടത്. അതുകൊണ്ട് വന്തിലാറു സ്വലാത്തി ബഅദ സ്വലാ വലിയൊരു വിഷയമാണ്. നിസ്കാരത്തെ തന്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ എപ്പോഴും ഓർമ്മയാക്കിക്കൊണ്ട് വേണം, എനെപ്പ ഞാൻ നിസ്കരിക്കല്, അടുത്ത നിസ്കാരപ്പ, മഗ്രിബപ്പ, ഇശായപ്പ എന്ന് ചൊന്നിട്ടു ആ ഒരു പ്രജ്ഞ, ആ ഒരു ബോധ തന്റെ മനസ്സിൽ വേണം. അങ്ങനെ ദറജ യാറാവുള്ള 3 തെറു വുളു പൂർണ്ണമായും എടുക്കണു, നടന്നിട്ട് ജമാഅത്ത് പോണു, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചോണ്ട് വേണം. അപ്പൊ ഈ കാര്യം ആക്കൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.